എങ്ങനെ നമുക്ക് എങ്ങനെ മനസ്സിലാവുന്നില്ലേ? പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ബഹുമാനപ്പെട്ട പാർലമെന്റ് അംഗം ശ്രീ NK പ്രേമചന്ദ്രൻ സാറിനെ വേദിയിലേക്ക് സ്നേഹാദരം ക്ഷണിക്കുന്നു. തുടർന്ന് വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നത് നഗരത്തിന്റെ പ്രഥമ പൗരൻ ബഹുമാനപ്പെട്ട മേയർ ശ്രീ AK ഹഫീസ് സാറിനെയാണ്. Every great event has a heartbeat, and tonight the heartbeat of Suvarna Geethangal is a man with a vision to give, to uplift and to serve. And I am going to welcome that vision. A mission made possible by SPB Foundation Charitable Society, and behind the foundation stands its founder, the one and only backbone, Sri Shaju sir. Shaju sir, a name that means compassion in action. A man who turned his love for music into a movement of kindness. As the founder of SP Balasubramaniam Society, he has touched countless lives. From education to medical aid, from helping families in need to supporting artists, his charity knows no boundaries. And here is the most beautiful part. Shaju sir is not just a philanthropist, he is the biggest fan of our SP Balasubramaniam sir. His love for SPB sir became his inspiration to spread joy, just like SPB sir's voice spread joy to the world. Shaju sir, you are not just a founder, you are the force, the foundation, a fire behind this evening. Kollam, can we have the loudest round of applause for him? Your dedication reminds us that one person's passion can become everyone's blessing. So let's proudly welcome our founder, Mr. Shaju Kiligallur. അടുത്തതായി SB ഫൗണ്ടേഷന്റെ രക്ഷാധികാരി ഭാവന രാധാകൃഷ്ണൻ മാമിനെ വേദിയിലേക്ക് സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അടുത്തതായി ബഹുമാനപ്പെട്ട SP ബാലസുബ്രഹ്മണ്യം ഫൗണ്ടേഷൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ചെയർമാൻ ശ്രീ സൂരജ് രവി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. തുടർന്ന് വേദിയിലേക്ക് നമ്മുടെ ഏവരുടെയും പ്രിയ ഗായിക ശ്രീമതി ലതിക മാമിനെ ക്ഷണിക്കുന്നു.
ഇനി വേദിയിലേക്ക് നമ്മുടെ ലീഗൽ അഡ്വൈസർ ശ്രീ അഡ്വക്കേറ്റ് സവാദ് അവർകളെ ക്ഷണിക്കുന്നു. ശ്രീമതി ശൈലജയെ അവർകൾ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വ്യക്തിത്വങ്ങൾ, ടീച്ചർ, എനിക്ക് അഭിമുഖമായിരിക്കുന്ന, എന്നും എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ ഉയർച്ചയിലും താഴ്ചയിലുമൊക്കെ സ്നേഹിക്കുകയും ഒരു കൈത്താങ്ങായി നിന്ന് എപ്പോഴും എനിക്കൊരു സപ്പോർട്ടീവായി നിൽക്കുന്ന എൻ്റെ കുടുംബ പ്രേക്ഷകർ, അമ്മമാർ, സഹോദരന്മാർ, സഹോദരിമാർ, എല്ലാവർക്കും ഫ്രം മൈ ഹാർട്ട് താങ്ക് യു. സന്തോഷം. ഇന്ന് ഒരു പക്ഷേ എന്നെ ഇവിടെ എത്തിച്ചത് ശ്രീ ഗിരീഷാണ്. ഗിരീഷിൻ്റെ മകനാണ് എൻ്റെ മോളെ കല്യാണം കഴിച്ചിട്ടുള്ളത്. ഗിരീഷ്, 1 മിനിറ്റ്. സർട്ടിഫിക്കറ്റും പൊന്നാടയും പുരസ്കാരവുമാണ് അദ്ദേഹത്തിന് നമ്മൾ ഇവിടെ മറ്റൊരു കാര്യം കൂടെയുണ്ട്. നമ്മുടെ ട്രസ്റ്റിന്റെ ആദ്യത്തെ ലൈഫ് മെമ്പർഷിപ്പ് സ്വീകരിക്കുന്നതും ഇദ്ദേഹമാണ്. മെമ്പർഷിപ്പ് നൽകുന്നതിലേക്കായി ട്രസ്റ്റി ചെയർമാൻ ഷാജു കിളിക്കൊല്ലൂരിനെയും മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങുന്നതിനായി സോമരാജൻ വൈദ്യനെയും ക്ഷണിക്കുന്നു. SPB ചാരിറ്റബിൾ ട്രസ്റ്റ് 2026 ആദരവ് കുമാരി ശീതൻ. ഭരതനാട്യം അരങ്ങേറ്റത്തോടനുബന്ധിച്ച് SPB ഫൗണ്ടേഷന്റെ സ്നേഹാദരവ് ഏറ്റുവാങ്ങുന്നതിലേക്കായി ഫസ്റ്റ് മെമ്പർഷിപ്പാണ്, ട്രസ്റ്റിന്റെ ആദ്യത്തെ മെമ്പർഷിപ്പാണ്, ആദ്യത്തെ മെമ്പറാണ്. സ്വാഗതം സർ. വൈദ്യുതി അടുത്ത് വന്നപ്പോഴാണ് എനിക്ക് പറ്റിയൊരു പറ്റിയ ഒരാളെ കിട്ടിയത്. SPB ചാരിറ്റബിൾ ട്രസ്റ്റ് 2026 ആദരവ് ക്ഷണിക്കുന്നു. രണ്ട് വാക്ക് സംസാരിക്കാൻ വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഹലോ നമസ്കാരം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ വ്യക്തിത്വങ്ങൾക്കും എൻ്റെ സ്നേഹം. ഇന്നിവിടെ SP ബാലസുബ്രഹ്മണ്യൻ സാറിൻ്റെ ഈ മഹനീയമായ സദസ്സിൽ പങ്കെടുക്കാനും അതുപോലെ തന്നെ അതിൻ്റെ ട്രസ്റ്റിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിലും വളരെ സ്നേഹം. ഞാൻ കാസർഗോഡ് ജില്ലയിൽ ഉള്ളൊരാളാണ്. അപ്പോൾ കൊല്ലത്തേക്ക് എത്തിയത് തന്നെ ഒരു മഹാഭാഗ്യമാണ്. ഇത്തരത്തിലൊരു ട്രസ്റ്റിൻ്റെ ഒരു വേദിയിൽ നമ്മുടെ പ്രിയങ്കരനായ
ജയറാം സാറിന്റെ കൂടെ വേദി പങ്കിടാൻ പറ്റിയത് വളരെ വളരെ നന്ദിയുണ്ട്. ഞാനും ഫാമിലിയൊക്കെ വന്നിരുന്നു. ഇന്ന് രാവിലെ ഇവിടെ എത്തിയാണ്. നാളെ രാവിലെ തിരിച്ചു പോകും. ഞാൻ ഇതുപോലെ ഒരു 3000ഓളം ഭിന്നശേഷി കുട്ടികളുടെ ഒരു പ്രവർത്തനമായിട്ട് അതിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അതുപോലെ തന്നെ നിങ്ങൾ കാണാനും ഇതിൻ്റെ ഒരു ഭാഗമാകാനും സാധിച്ച് വളരെ നന്ദി. ഒരുപാട് ഗായികന്മാരെ കാണാനും അതുപോലെ തന്നെ ഗായികമാരെ കാണാനും നമ്മുടെ ഓർക്കസ്ട്ര, ഞാനൊരു കബലിസ്റ്റാണ്. ദാസറിന്റെ കൂടെ കൊല്ലൂർ മൂകാംബികയിലൊക്കെ ഞാൻ വായിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. ചിത്രശേഷിയുടെ കൂടെ അതുപോലെ അവരുടെ ഒരു പൊന്നാട ചിത്രശേഷിക്ക് അണിയിക്കുവാനും ചിത്രശേഷിയുടെ പൊന്നാട് ഇങ്ങോട്ട് വാങ്ങുവാനും ദാസസ്ഥാന പാദത്തിൽ കൊമ്പിടാനും ആ കൈ കൊണ്ട് ശിരസിൽ അർപ്പണം വാങ്ങാനൊക്കെ സാധിച്ചൊരു പാവം ഒരു കക്ഷിയാണ് ഞാൻ. എല്ലാവർക്കും വളരെ സ്നേഹം, വളരെ മനോഹരമായ നന്ദി. ഓർക്കസ്ട്രക്കാർക്കും എൻ്റെ സ്നേഹം, അതുപോലെ സൗണ്ട് സിസ്റ്റം വളരെ മനോഹരമായി കൈകാര്യം ചെയ്യുന്നവർക്കും ഒരുപാട് നന്ദി. പ്രത്യേകിച്ച് ഷാജു സാർ, എൻ്റെ ഒരു യാദൃശ്യമായിട്ടാണ് അദ്ദേഹത്തിന് പരിചയപ്പെടാൻ പറ്റിയത്. കഴിഞ്ഞ ഈ സുവർണഗീതം മത്സരത്തിൽ ഒരു പാട്ട് പാടാൻ ഞാനും ഇവിടെ അപേക്ഷ അയച്ചിരുന്നു. പക്ഷെ യാദൃശ്യമായിട്ട് എനിക്ക് 12-ാം തീയതി എനിക്ക് ഇന്റർനാഷണൽ പുരസ്കാരമായ ശ്രീ ശങ്കരാചാര്യ ജ്വൽ പുരസ്കാരം ലഭിക്കുന്ന ദിവസമായതുകൊണ്ട് എനിക്കതിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. വീണ്ടും ഈ ഒരു വേദിയിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റിയത് വലിയ ഭാഗ്യമായി. അതുകൊണ്ട് എല്ലാവരെയും കാണാൻ സാധിച്ചത് വളരെ നന്ദി. ഈ വൈകവേൽ ഒരുപാട് ഓർമ്മിപ്പിക്കുന്നില്ല, ഒരുപാട് സംസാരിക്കണം. ഞാൻ ജയറാം സാർ പറഞ്ഞ പോലെ ഈ വേദിയിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ എന്ത് പറയണം എന്ന് അറിയുന്നില്ല. സച്ചു സാറിന് ഒരുപാട് നന്ദി. ഇത്തരത്തിലൊരു പ്രവർത്തനമായി 2006 മുതൽ തുടങ്ങി വെച്ച സംരംഭം ഇത്ര മനോഹരമായി യാതൊരു ബുദ്ധിമുട്ടുമില്ലാണ്ട് അദ്ദേഹം ഊണും ഉറക്കും ഒഴിഞ്ഞ് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകനായി നമ്മൾ മനസ്സിലാക്കുകയും അദ്ദേഹത്തിന്റെ കൂടെ ഈ ഒരു കുടുംബത്തിലേക്ക് ഒരു അംഗമാകാൻ സാധിച്ചതിനും വളരെ ഈശ്വരനോട് നന്ദി പറയുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.